ഫ്രണ്ട്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ IT, അതല്ലെങ്കിൽ ഡിപ്ലോമ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങിൽ തന്നെ പറയാം, ഇത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ട് കളയേണ്ട, കാരണം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻഹാൻസ്ഡ് സ്റ്റൈപ്പൻഡ്, അതുപോലെ സബ്സിഡൈസ്ഡ് ഫുഡ്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സാധാരണ കിട്ടുന്ന സ്റ്റൈപ്പൻ്റെ എമൗണ്ട് അല്ല, കുറച്ചും കൂടെ കൂട്ടി എമൗണ്ട് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഫുഡും ഹോസ്റ്റലും ഒക്കെ ഉള്ള ഫെസിലിറ്റി കാര്യങ്ങൾ കുറഞ്ഞ എമൗണ്ടിൽ കിട്ടുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ലിങ്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ GOC ലെജിലാണ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ജോബ് അപ്ഡേറ്റ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ പ്രൈവറ്റ് മേഖലയിലുള്ള ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലൂടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫോൾഡർ കാണിക്കുക. മെയ് മന്തിലെ ജോബ്സ് മാത്രം തന്നെ 23 PDF ഫയലുകൾ അതിലുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ ആവശ്യമുള്ള ലിങ്കുകളും അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ്, അതുപോലെ എയർപോർട്ട് ജോബ്സ്, അങ്ങനെ ഓരോന്നും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ട് ജോബ്സ് തന്നെ ക്യാബിൻ ക്രൂ ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസികളുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസികളാണ്. അതുപോലെ തന്നെ ജോബ് ഫെയർ, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ തന്നെ എക്സൈലം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡെക്കാത്ലോൺ ഒക്കെ ടീം താഴെ ഉണ്ട്. അതുപോലെ ഹാറ്റിൻ്റെ തൃശ്ശൂർ, അതുപോലെ നമുക്ക് കൊച്ചിയൊക്കെ ആയിട്ടുള്ള വേക്കൻസികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ അതിൻ്റെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമ്മൾ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഇതിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ ഇത്തരം വലിയ പ്രൈവറ്റ് മേഖലയിലുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ട്രേഡ് അപ്രന്റീഷിപ്പിൻ്റെ ആണ്. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഇവിടെ കാണാം, 9/5/2025. ഇതിൽ വിളിച്ചിരിക്കുന്ന ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ ഫിറ്റർ 120 വേക്കൻസിയാണ്. അതുപോലെ തന്നെ വെൽഡർ 73 വേക്കൻസി. ഇതിൻ്റെ നമുക്ക് 11,050 രൂപയാണ് കേട്ടോ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. സാധാരണ ട്രേഡ് അപ്രന്റീഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 7,000 to 8,000 ഇടയിലാണ് നമുക്ക് സ്റ്റൈപ്പൻഡ് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം സ്റ്റൈപ്പൻഡ് എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടേണർ നമുക്ക് 2 വേക്കൻസി, ദെൻ മെഷീനിസ്റ്റ് 22 വേക്കൻസിയാണ്. അങ്ങനെ 217 വേക്കൻസി അതിലുണ്ട്. ഇതിൽ മിനിമം ഏജ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 18 വയസ്സാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ്. ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ 12 മാസം, 1 വർഷം കേട്ടോ. മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 1/5/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, NCL ആണെങ്കിൽ 30 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും IT ആണ്. ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡിൽ ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. 10ാം ക്ലാസ്സും വേണം, അതുപോലെ ITIയും വേണം. ITIയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന NCVT ആണെങ്കിലും SCVT ആണെങ്കിലും ഏത് കൗൺസിലാണെങ്കിലും പറ്റും. ഈ പറയുന്ന വെൽഡർ ട്രേഡിന് മാത്രമാണ് NCVT മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അത് SCVT പറ്റില്ല. വെൽഡർ ട്രേഡിന് NCVT മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ബാക്കി ഏതാണെങ്കിലും SCVT ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലേക്ക് യാതൊരുവിധ, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ITIക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ നോക്കിയായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യുക. അതല്ലാതെ മറ്റ് എക്സാമോ കാര്യങ്ങളോ ഇൻ്റർവ്യൂ ഒന്നുമില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫെസിലിറ്റി പറഞ്ഞു, സബ്സിഡൈസ്ഡ് ഫുഡും അതുപോലെ ഹോട്ടൽ ഫെസിലിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റൈപ്പൻറ്റും ഉണ്ട്. ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മളിതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NAPS രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വീഡിയോയുടെ അവസാനം ഒന്ന് ചുരുക്കി പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് BHL ട്രിച്ചിൻ്റെ പോർട്ടലുണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, വേറെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് കോമൺ ആയിട്ട് ഞാൻ എല്ലാത്തിനും സെയിം ആണ് വരുന്നത്, കോമൺ ആയിട്ട് പറയാം. അതോടൊപ്പം തന്നെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കോമൺ ആണ്. അതുകൊണ്ട് അടുത്ത 2ാമത്തെ നോട്ടിഫിക്കേഷൻ ആണിത്. അപ്പോൾ 1ാമത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനമാണ് കേട്ടോ പറയാം. അപ്പോൾ 2ാമത്തെ നോട്ടിഫിക്കേഷനിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് 3ാമത്തെ നോട്ടിഫിക്കേഷനിലാണ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. 3 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1ാമത്തെ നമ്മൾ ITയുടെ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനി 2ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്, 9/5/2025. ഇതിൽ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പാണ്. ഡിപ്ലോമയാണ് ഇതിലേക്ക് വേണ്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 49 വേക്കൻസിയും, സിവിൽ എഞ്ചിനീയറിംഗിൽ 8 വേക്കൻസി, അങ്ങനെ 57 വേക്കൻസിയാണ് ടോട്ടൽ. ഇതിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 മിനിമം ഏജ്, മാക്സിമം 27. 1/5/2025 കണക്കാക്കേണ്ട ഏജ് കണക്കാക്കുന്നത് ഏജ് റിലാക്സേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാധകമാണ്.
ഇതിലേക്ക് നിങ്ങൾക്ക് ഹൈസ്കൂളും പ്ലസ് ഡിപ്ലോമയാണ് റെഗുലറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് OBC ജനറൽ AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 60% ഡിപ്ലോമയിൽ അവർക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC/ST ആണെങ്കിൽ 50% ഡിപ്ലോമയിൽ മാർക്കുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ പാസ് ഔട്ടായ ഇയർ പ്രത്യേകമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2020-ലോ 2021-ലോ 2022-ലോ 2023-ലോ 2024-ലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വർഷങ്ങളിൽ നിങ്ങൾ പാസ് ഔട്ട് ആയവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2019-ലോ അതിൻ്റെ 2018-ലോ അങ്ങോട്ടൊന്നും പാസ് ഔട്ട് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇയർ പ്രത്യേകം നിങ്ങൾ നോക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഇയറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതോടൊപ്പം സെലക്ഷൻ മെത്തേഡ് നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ഡിപ്ലോമയുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. 14,000 പെർ മന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുന്നത്. പിന്നെ സബ്സിഡൈസ്ഡ് ഫുഡും ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ BHELൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണെന്നുള്ള വീഡിയോയുടെ അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇനി അടുത്തത് മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇതൊക്കെ സെയിം ഡേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 64, സിവിൽ എഞ്ചിനീയറിംഗിൽ 16, അങ്ങനെ 80 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന +2+ ഈ പറയുന്ന റെഗുലറായിട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ BA BTech പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് BA BTech പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 18, മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ബാധകമാണ്. അതോടെ PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു 10ാം ക്ലാസ്സും അല്ലെങ്കിൽ +2+ അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. BA BTech 60% മാർക്ക് വേണം നിങ്ങൾക്ക്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ SC/ST ആണെങ്കിൽ 50% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന 2020-ലോ 2021-ലോ 2022-ലോ 2023-ലോ 2024-ലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇയറിൽ പാസ് ഔട്ട് ആയവരായിരിക്കണം. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2019-ലോ 18-ലോ ഒന്നും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അതോടൊപ്പം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാർട്ട് ടൈം അങ്ങനെയുള്ള പഠിച്ചവർക്ക്, സാൻഡ്വിച്ച് കോഴ്സ് പഠിച്ചവർക്ക് ഒന്നും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ എലിജിബിൾ അല്ല. അതോടൊപ്പം തന്നെ സെലക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. ഇനി അതോടൊപ്പം തന്നെ പ്രീവിയസ് ട്രെയിനിങ് അത് നിങ്ങൾക്ക് ഈ 3 നോട്ടിഫിക്കേഷനും ബാധകമാണ്. ഓൾറെഡി നിങ്ങൾ അപ്രന്റീസ് കൊണ്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞവരോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ, ഇപ്പോൾ BA BTechന് ശേഷം നിങ്ങൾ ME MTech എടുത്തവരോ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 ഇയറോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ എലിജിബിൾ അല്ല. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 12,000 ആണ് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്. പിന്നെ നിങ്ങൾക്ക് സബ്സിഡൈസ്ഡ് ഫുഡ്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 പോസ്റ്റിനും എന്താണ് ബാധകമാവുന്ന കാര്യങ്ങളാണ്. ഈ 3 നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്ലൈ നൗ എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ GeoCL എജ്ലാൻഡ് പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിലൂടെ കാണാം BHEL റിക്രൂട്ട്മെൻറ്റ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മെനുവിൽ പോലെ ഇവിടെ അപ്രന്റീഷിപ്പിൻ്റെ ഇത് ജസ്റ്റ് നോക്കട്ടെ. അപ്രന്റീഷിപ്പ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, മെനുവിൽ ഞാൻ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കേരള ജോബ്സിലല്ല, ഇവിടെ സെൻട്രൽ ജോബ്സ് അതിലൊക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ BHEL റിക്രൂട്ട്മെൻറ്റ് ലേറ്റസ്റ്റ് ജോബ്സ് ഇവിടെ കണ്ടില്ലേ, താഴോട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. BHEL സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, BHEL റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതെവിടെയാണ് നോക്കട്ടെ. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതിൽ നമ്മൾ എവിടെയൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയത് കേട്ടോ, ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയാൻ വിട്ടുപോയത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട് നമുക്ക് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള തമിഴ്നാട്ടിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് അധികം ഇപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും ഒക്കെ അധികം തമിഴ്നാടാണ് കുറേ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തയ്യാറായത് കേട്ടോ. ഓക്കെ, അപ്പോൾ തമിഴ്നാട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോളേജുകളിലൊക്കെ പഠിച്ചതാണെങ്കിൽ അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ, അങ്ങനെയുള്ള ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ പഠിച്ചവർക്ക് ഒക്കെ എന്താണ് ഈ പറയുന്ന ഒരു പരിഗണന ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പരിഗണന കൊടുക്കുന്നത്, ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് തമിഴ്നാടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞവരാണെങ്കിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പ്രയോറിറ്റി, അത് ഈ പറയുന്ന 3 നോട്ടിഫിക്കേഷൻ ബാധകമാണ് ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം തമിഴ്നാടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലുള്ളവർക്കും ആ ഒരു സാധ്യത അവർ പറയുന്നുണ്ട് കേട്ടോ. അവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻ കേസ് ഓഫ് നോൺ അവൈലബിലിറ്റി എന്നാണ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മറ്റ് സ്റ്റേറ്റ് ഉള്ളവരെയും പരിഗണിക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ BHEL റിക്രൂട്ട്മെൻറ്റിലേക്ക് വരും നമ്മുടെ വെബ്സൈറ്റിൽ. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ.
അപ്പോൾ വീഡിയോ സ്കിപ്പൊക്കെ ചെയ്ത് കാണുന്നവർക്ക് ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. 2-3 നോട്ടിഫിക്കേഷനൊക്കെ വെച്ച് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ട്രിച്ചിയുടെ BHELന്റെ ആ ഒരു പോർട്ടലിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് തിരുച്ചിറപ്പള്ളി എന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ ട്രേഡ് എല്ലാത്തിൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇതവിടെ നാറ്റ്സിൻ്റെയും നാപ്സിൻ്റെയും 2 ലിങ്ക് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ITI ആണ്, നിങ്ങൾ ട്രേഡ് അപ്രന്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നാപ്സിൻ്റെ നേരെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ITI കഴിഞ്ഞവർക്കൊക്കെ നാപ്സ് വളരെ ഫെമിലിയർ ആയിരിക്കും. എങ്കിലും ഒന്ന് പറയാൻ അറിയാത്തവരാരുണ്ടെങ്കിൽ ഇതാണ് നാപ്സിൻ്റെ പോർട്ടൽ. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ രജിസ്റ്റർ എന്നുള്ള കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. ITI സ്റ്റുഡൻറ്റിന് ക്ലിക്ക് ചെയ്യുക, ITIൻ്റെ റോൾ നമ്പർ കൊടുക്കുക. അങ്ങനെ ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയും വേണം. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇനി നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരോ ആണെങ്കിൽ നിങ്ങൾ നാറ്റ്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ നാറ്റ്സിൻ്റെ നേരെ കണ്ടോ NITS. ഓക്കെ, അപ്പോൾ NITSൽ ക്ലിക്ക് ചെയ്യാം. NITSൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളത് കാണാം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. യെസ് എന്ന് കൊടുത്ത് നമ്മളെ മെയിൽ ID ഇതൊക്കെ കൊടുത്ത് നമ്മൾ OTP ഒക്കെ വെരിഫൈ ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒന്നെങ്കിൽ ITI കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൻ ഡിപ്ലോമ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളിതാ ഈ പറയുന്ന BHELന്റെ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ രജിസ്റ്റർ എന്ന് ഇവിടെ കാണാം. നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ അതിന് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിലോടാം. ഇവിടെ തമിഴിലായിരിക്കും അതിന് ഇൻസ്ട്രക്ഷൻ കാണിക്കുക. അവിടെ കാണാം ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലും കൂടെ ഇൻസ്ട്രക്ഷൻ കാണിക്കുക. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്തെന്ന് പറയുക, എഗ്രി കൊടുക്കാം. അങ്ങനെ അഗ്രി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ITI ആണോ, ഗ്രാജുവേറ്റ് ആണോ, ഡിപ്ലോമ ആണോ, ഏതായിരിക്കും നിങ്ങളത് സെലക്ട് ചെയ്യാം. ഇനി ഡിപ്ലോമ സെലക്ട് ചെയ്താൽ നമ്മളിവിടെ എന്ത് രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ NITSൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ ഇവിടെ കൊടുക്കണം, നിർബന്ധമാണ്. ഇനി നമ്മൾ ITI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാപ്സിൽ NAPSൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. NAPSൽ രജിസ്റ്റർ ചെയ്താൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി BTech ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നാറ്റ്സിലെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതുകൊണ്ട് നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ എൻറോൾമെൻറ്റ് ടൈപ്പ് ഇവിടെ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റിലീജിയൻ ഹിന്ദു മുസ്ലിം ഏതാഴ്ച നിങ്ങൾ കൊടുക്കുക. കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ഇയർ ഓഫ് പാസ് ഔട്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെ നമ്മളിതൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അത് ഫില്ല് ചെയ്യാൻ മാത്രം പോരാ, ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന BHELന്റെ വെബ്സൈറ്റിൽ കേട്ടോ, BHELന്റെ ഈ വെബ്സൈറ്റിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കാൻഡ് കോപ്പി, ലേറ്റസ്റ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ITIയോ ഡിപ്ലോമയോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഏതായാലും അതിൻ്റെ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ മാർക്ക് ഷീറ്റ് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ട്, SC ST OBC റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ആധാർ കാർഡ് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇവിടെ കാണാം കാൻഡിഡേറ്റ്സ് പ്രൊഫൈൽ ഹോം പേജ് സ്ക്രീൻഷോട്ട് ഗവൺമെൻറ് പോർട്ടൽ. അതായത് നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ കയറുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നാറ്റ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നാറ്റ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന BHELന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്. അത് നമ്മൾ നാപ്സിലോ അല്ലെങ്കിൽ നാറ്റ്സിലോ നിങ്ങൾ നമ്മൾ നാപ്സിലോ അല്ലെങ്കിൽ നാറ്റ്സിലൊക്കെ നമ്മൾ ഈ പറയുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതേ സെയിം അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ട് നമ്മൾ BHELന്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ BHELന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ബാങ്ക്, അതായത് നമ്മൾ പറയുന്ന അക്കൗണ്ട് ആധാർ സീഡഡും അതുപോലെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനേബിൾ ആയിരിക്കണം. എന്നാലേ നമുക്ക് സ്റ്റൈപ്പൻഡ് പ്രോപ്പറായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആധാർ സീഡഡ് ആണോ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ജസ്റ്റ് നിങ്ങൾക്ക് അക്ഷയയിലോ അല്ലെങ്കിൽ അവിടെ ഇടം പോയിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാമല്ലോ. ബാങ്കിൽ പോയിട്ട് അന്വേഷിച്ച് അവർ പറഞ്ഞുതരുമോ എന്നുള്ളത് തിരക്കിനൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അക്ഷയ പോയാലൊക്കെ നമുക്ക് നമ്മുടെ ഇത് നോക്കാവുന്നതാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആധാർ ഇത് നമുക്കതിന് ലിങ്ക് ഉണ്ട്, ആധാറിൻ്റെ ഇതിലൊക്കെ കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ നമ്മുടെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞത്, ഏത് വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഇമെയിൽ SMS വഴി അറിയിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 9/5 മുതലാണ്. എന്നാൽ ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് ഇവിടെ പറയുന്നില്ല. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഈ 3 അപ്രന്റീഷിപ്പിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ കാണാം, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാക്ക് ഇൻ ഫോർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വാക്ക് ഇൻ സെലക്ഷന് ചെല്ലണം എന്നാണ് പറയുന്നത്. അതിനൊരു പ്രത്യേക ഡേറ്റോ കാര്യങ്ങളോ അവർ പറയുന്നില്ല. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 10/5 മുതൽ, മെയ് 10 മുതലാണ് ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻഡ് ചെയ്യുന്ന ഡേറ്റ് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ് അപ്രന്റീഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം BHLൻ്റെ നമ്മളിപ്പോൾ കാണിച്ച ഈ വെബ്സൈറ്റിൽ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് വെച്ച് അപ്ലോഡ് ചെയ്ത് അത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് പ്രിൻ്റ് എടുക്കണം. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കാണ് HR ഡെവലപ്മെൻറ്റ് സെൻറ്റർ BHL ട്രിച്ചിയിലാണ് നമ്മൾ പോകേണ്ടത്. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8:30-ൻ്റെയും വൈകുന്നേരം 4:30-ൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇത് വിളിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. കാരണം നമ്മൾ കേരളത്തിലുള്ളവരും ആണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടെന്ന് വെച്ച് കുഴപ്പമില്ല, നമ്മൾ താമസിക്കുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷേ തമിഴ്നാടായിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. അത് ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കാണ് അവർ കൊടുക്കുന്നത്. തമിഴ്നാട് ഏതെങ്കിലും കോളേജുകളിൽ പഠിച്ചവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി നിങ്ങൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് തമിഴ്നാട് പഠിച്ചവരാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് പോകുക. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് അപ്രന്റീഷിപ്പും ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് വിളിച്ച് അത് അന്വേഷിച്ച് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ തന്നെയാണ് അവർ കൊടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അവരതിന് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ 3 നോട്ടിഫിക്കേഷൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്